ഹലോ ഗേസ്, സുമീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തക്കാളിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. മറ്റ് കറികളൊന്നും ഇല്ലെങ്കിലും തക്കാളിച്ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് തക്കാളിച്ചോറ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ബിരിയാണി അരി ഏതായാലും മതി തക്കാളിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. 1/4 കിലോ അരിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. 1/4 കിലോ അരി എടുക്കുമ്പോൾ 2 പേർക്ക് കഴിക്കാൻ വേണ്ടി തികയും. അതിനുവേണ്ടി 3 തക്കാളി, 2 സവാള, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചെടുക്കണം. ബാക്കിയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. സവാള ചെറുതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ 2 മുട്ട വേണം. തക്കാളി ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ടതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നല്ലതുപോലെ വഴറ്റി ഒരു സവാള ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ പരുവം. അത് കഴിഞ്ഞ് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയൊന്ന് ചിക്കിയെടുക്കാം എല്ലാം കൂടി ചേർത്ത്. ഇനി പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിലേക്ക് വേവിച്ചെടുത്ത ചോറ് ചേർത്ത് കൊടുക്കാം. 1/4 കിലോ അരിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അതിനെ ഇളക്കി യോജിപ്പിക്കാം. ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഒന്ന് അടച്ച് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. തക്കാളിച്ചോറ് തയ്യാറായിട്ടുണ്ട്. ടിഫിനിലിട്ട് കൊടുക്കാനും അതുപോലെ ചൂടോടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇനി അതിൻ്റെ കൂടെ ഒരു സലാഡും പപ്പടവും അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തക്കാളിച്ചോറ് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന്
തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യണം. തയ്യാറാക്കി നോക്കിയതിന് ശേഷമുള്ള കമൻസും എന്നെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.